പുത്രന്മാരെന്ന് പറയുന്നതിന് ഒരർത്ഥമുണ്ട്. പിതാവിന്റെ സഫലമാകാത്ത മോഹങ്ങളെ സഫലമാക്കി കൊടുക്കുന്നവരെന്ന്. ഇവിടെ വയസ്സുകാലത്ത് അഷ്ടിക്ക് വകയില്ലാതെ ഒരു വർക്ക്ഷോപ്പ് നടത്തുമ്പോ അത് പൊളിച്ചെറിയാൻ വന്നവരാ നമ്മുടെ പുത്രന്മാർ. മാനം മുട്ട നിൽക്കുന്ന കൊട്ടാരം പണിതില്ലെങ്കിലും എനിക്കെന്റെ ചന്ദ്രനു വേണ്ടി സ്വന്തമായൊരു വീടുണ്ടാക്കണം. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞിട്ട് വന്ന പെണ്ണിന് മാധവൻ നായർ കൊടുത്ത വാക്കാ. അതെനിക്ക് പാലിക്കണം. അതിന് എന്റെ പാതിയായവൾ കൂടെ നിൽക്കണം. I am appearing for the defendants. Defendant present, Your Honor. I am appearing for the plaintiff, Your Honor. ഇത് അത്യപൂർവമായൊരു കേസാണ്. വെറും സ്വത്ത് തർക്കത്തിൽ അധിഷ്ഠിതമായൊരു കേസല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധയോടുകൂടി ഈ കേസ് പരിഗണിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. വക്കീല് പറഞ്ഞത് ശരിയാ. ഇത് അത്യപൂർവമായ കേസ് തന്നെയാ. സാധാരണയായി സ്വത്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മക്കളാണ് കേസ് കൊടുക്കുന്നത്. അത്തരം കേസുകളാണ് കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് നേരെ മറിച്ച തന്റെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ മക്കൾക്കെതിരെ നൽകിയിരിക്കുന്ന കേസ്. മാധവൻ നായരുടെ മക്കൾ പ്രകാശ്, മനോജ് എന്നിവരാണ് പ്രതികൾ. അവരെ ഒന്ന് കാണട്ടെ. ഞാൻ മാധവൻ നായരുടെ മൂത്ത മകൻ പ്രകാശ്. ഞാൻ ഇളയ മകൻ മനോജ്. അച്ഛൻ എന്തിന്റെ പേരിലാണ് കേസ് നൽകിയിരിക്കുന്നതെന്ന് അറിയോ പ്രകാശിനും മനോജിനും? അറിയില്ല. മാധവൻ നായർക്ക് പറയാനുള്ളത് ബോധിപ്പിക്കാം. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എനിക്ക് 6 മക്കളാ. 3 ആൺമക്കളും 3 പെൺമക്കളും. ഒരാളെ എടുത്തു വളർത്തിയതാ. ആ ആൾക്ക് സംസാരശേഷിയില്ല. പേര് വിനു. അത് കഴിഞ്ഞ് എന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ആൺമക്കളാണ് പ്രകാശും മനോജും. അവരെ കേന്ദ്രീകരിച്ചാണ് ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. രണ്ടുപേരെ ഉയർന്ന സ്ഥാനത്തെത്തിക്കാൻ വരുമാനത്തിൽ കവിഞ്ഞ് ഒരച്ഛനെന്ന നിലയിൽ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യയും അക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ടും അച്ഛനമ്മമാരിൽ നിന്നും അകന്ന് ജീവിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. ജീവിതം കൂടുതൽ നന്നാക്കാൻ വേണ്ടിയായിരിക്കാം രക്ഷകർത്താക്കളെ തഴഞ്ഞത്. അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ അച്ഛനമ്മമാരിൽ നിന്നും എല്ലാം ഊറ്റി പിഴിഞ്ഞെടുത്ത ശേഷം ചണ്ടികളെ പോലെ വലിച്ചെറിഞ്ഞ് ശത്രുക്കളായി കാണുന്നത് സഹിക്കാവുന്നതിനും അപ്പുറമാണെന്ന് ഞാൻ ബോധിപ്പിച്ചുകൊള്ളുന്നു. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കളെ
വാർദ്ധക്യകാലത്ത് വലിച്ചെറിയുന്ന മക്കൾക്ക് ഒരു പാഠമാകാൻ കൂടിയാ ഞാൻ ഈ പരാതി സമർപ്പിക്കുന്നത്. ഇവര് ജനിച്ചു കഴിഞ്ഞ് ഇത്രയും കാലം വരെ ഞാൻ ഇവർക്ക് വേണ്ടി ചെലവാക്കിയ പണം പലിശ സഹിതം എനിക്ക് തിരിച്ചു കിട്ടണം. ബഹുമാനപ്പെട്ട കോടതി ആ പണം വാങ്ങിത്തന്ന് നീതി കാട്ടണമെന്നാ ഞാൻ അപേക്ഷിക്കുന്നത്. കമ്പനിയിൽ നിന്ന് പിരിഞ്ഞിറങ്ങിയപ്പോ കിട്ടിയ തുകയും മക്കള് ചതിച്ചു വാങ്ങി ധൂർത്തടിച്ച് നശിപ്പിച്ചു. ഒടുവിൽ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വെറും നോക്കുകൂത്തിയുടെ സ്ഥാനമായപ്പോ ഞാനും ഭാര്യയും വീട് വിട്ടിറങ്ങി. മറ്റൊരു സ്ഥലത്തെത്തിയ ഞങ്ങള് ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ചെറിയൊരു പറമ്പും വർക്ക്ഷോപ്പും വിലയ്ക്ക് വാങ്ങിച്ചു. വർക്ക്ഷോപ്പിലെ ആദായം കൊണ്ട് ഒരുവിധം അല്ലലില്ലാതെ ജീവിക്കുകയായിരുന്നു. അവിടെയും വന്നിരിക്കുന്നു പ്രകാശും മനോജും. വർക്ക്ഷോപ്പ് നിർത്തി വസ്തു അവരുടെ പേരിൽ വ്യവസ്ഥ ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞ്. രണ്ടാൺമക്കൾക്ക് ജന്മം നൽകിയതിനാൽ വീടും നാടും വിട്ട് കാണാമറയത്ത് പോയി തൊഴിൽ ചെയ്ത് ജീവിക്കാനും സ്വാതന്ത്ര്യമില്ലേ? വയസ്സാം കാലത്ത് ആരോഗ്യം നോക്കാതെ അധ്വാനിച്ച് ജീവിക്കുന്നതും തെറ്റാണോ?